കാസർഗോഡ് ഉദ്യാവർ സ്വദേശിയുടെ 24 പവൻ സ്വർണം മോഷണം പോയെന്ന് പരാതി. ഫാത്തിമത്ത് സൗറയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണമാണ് നഷ്ടമായത്. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ സമയത്ത് 24 പവൻ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ്. ഈ പ്രതി ആരെന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ആ മോഷണം ഉണ്ടായത്? കീർത്തന, ഇത് ഇപ്പോൾ നടന്ന മോഷണമല്ല. കഴിഞ്ഞ മാസം 12-ാം തീയതിക്കും 17-നും ഇടയിൽ ഈ മോഷണം നടന്നതായി സംശയിക്കുന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത്. ഉദ്യാവർ സ്വദേശിയായിട്ടുള്ള ഫാത്തിമത്ത് സൗറയുടെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 24 പവൻ സ്വർണമാണ് നഷ്ടമായത്. കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ഇവർ അലമാരയിലെ ഈ ലോക്കർ തുറക്കുന്നത്. എപ്പോഴും തുറക്കാറില്ല. മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഈ സ്വർണം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇതിൽ ഈ ലോക്കറിൽ ഉള്ളിൽ ഈ സ്വർണം നഷ്ടപ്പെട്ടു. 24 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നവർ മനസ്സിലാക്കുന്നത്. അതിന്റെ തൊട്ടു പിറ്റേ ദിവസം 18-ാം തീയതി തന്നെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തി പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി നൽകുമ്പോൾ തന്നെ ഈ വീട്ടുകാർ പറഞ്ഞിരുന്നത് ഈ 12-ാം തീയതിക്കും 17-നും ഇടയിൽ ആ വീട്ടിലൊരു ചടങ്ങ് നടന്നിരുന്നു. അടുത്ത ബന്ധുക്കളും അയൽവാസികളും മാത്രം പങ്കെടുത്ത ഒരു വിരുന്നാണ് നടന്നത്. അപ്പോൾ ആ വിരുന്നിൽ എത്തിയ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ വീട് നന്നായി അറിയുന്നവരോ ആരെങ്കിലും ആയിരിക്കാം ഈ മോഷണത്തിന് പിന്നിലെന്ന് അവർ സംശയിച്ചിരുന്നു. അത് പരാതിയിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഈ പരാതി നൽകിയതറിഞ്ഞാൽ അവർ ഈ പണം പോലീസിന്റെ അന്വേഷണമൊക്കെ നടക്കുമെന്ന് അറിഞ്ഞാൽ ഈ സ്വർണം തിരിച്ചു നൽകും എന്നതായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിന് ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ പരാതിയുമായി ഇവർ പിന്നീട് മുന്നോട്ട് പോയത്. ഇന്നാണ് മഞ്ചേശ്വരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത് ഈ വീട് നന്നായി അറിയുന്നവർ തന്നെയാണ് ഈ ലോക്കറിനുള്ളിൽ കൃത്യമായി സ്വർണം മനസ്സിലാക്കി മോഷണം നടത്തിയതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കീർത്തന സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് ഈ ഫാത്തിമത്ത് സൗറയുടെ വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. എന്തായാലും മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.